യാത്രക്കാരിയുടെ മാല കവർന്ന കേസിൽ പ്രതികൾ പിടിയിലായി. കഴിഞ്ഞ മാർച്ച് 3-ന് ചെർപ്പളശ്ശേരിയിൽ നിന്നും ഷൊർണൂരിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് മോഷണം നടന്നത്. ചെർപ്പളശ്ശേരി ഷൊർണൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അപ്പു എന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നെല്ലായ സ്വദേശിനി ഗീതയുടെ 3.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കവർന്ന കേസിലാണ് 2 പ്രതികളെ ഷൊർണൂർ പോലീസ് പിടികൂടിയത്. കോയമ്പത്തൂർ സ്വദേശിനിയായ 45-കാരി ഈശ്വരി എന്ന ചിത്ര, പാലക്കാട് മുതലമട സ്വദേശിനി 54-കാരി ശാന്തി എന്ന ശാരദ എന്നിവരാണ് പ്രതികൾ. ഗീതയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഷൊർണൂർ പോലീസ് നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ പട്ടാമ്പി ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളാണ് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്തി. ഇവർ സമാന രീതിയിൽ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് വീടെടുത്ത് ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്തു വരുന്നതായി കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഇവരുടെ സംഘം പാലക്കാട് നിന്നും ബസ്സിൽ യാത്ര ചെയ്തു വരുന്നതായി മനസ്സിലാക്കിയ പോലീസ് ഇവരെ പിന്തുടർന്ന് കൊല്ലം ഓച്ചിറയിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇത്തരത്തിൽ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സംഘത്തിൽ നിരവധി ആളുകൾ ഉണ്ടെന്നും ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ ജനത്തിരക്കുള്ള ഉത്സവങ്ങളും മറ്റും കേന്ദ്രീകരിച്ചാണ് ഇവരുടെ സംഘം മോഷണം നടത്തിവരുന്നതെന്നും മൊഴി ലഭിച്ചിട്ടുണ്ട്. ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ഡേവി, സേതുമാധവൻ, ASI റഷീദ്, SCPO ഷിബു, CPOമാരായ റിയാസ്, ശ്രീജിനി, പ്രജിത എന്നിവരാണ് കേസ് അന്വേഷിച്ചത്.